ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. നിങ്ങൾ വാച്ച് സ്വപ്നം കാണാറുണ്ടോ? അല്ലെങ്കിൽ വാച്ചുകൾ സ്വപ്നം കാണാറുണ്ടോ? വാച്ചുകളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? അതിൽ സെക്കൻഡ് സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്, മണിക്കൂർ സൂചിയുണ്ട്. നമുക്കറിയാം, നാം ഒരു ബസ് യാത്ര ചെയ്യുവാനായിട്ട് ഒരു ബസ്സിൻ്റെ അടുക്കൽ ചെല്ലുന്നതിന് ചില സെക്കൻഡുകൾക്ക് മുൻപ് ആ ബസ് അവിടെ നിന്ന് പോയി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം. ഒരിക്കൽ എൻ്റെ മാതാപിതാക്കൾ പോണ്ടിച്ചേരിക്ക് വന്നിട്ട് അവരെ തിരിച്ച് ട്രെയിൻ കയറ്റി വിടുവാനായിട്ട് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ചെന്നു. എന്നാൽ ഞങ്ങൾ നോക്കി നിൽക്കെ ആ ട്രെയിൻ ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് കടന്നുപോയി. ചില മിനിറ്റുകളുടെ വ്യത്യാസത്തിന്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നമുക്കിങ്ങനെയുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സമയത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? സങ്കീർത്തനം 31 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ പറയുന്നു, എൻ്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു, എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നമ്മുടെ കാലഗതികൾ, നമ്മുടെ സമയം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മളെ പീഡിപ്പിക്കുന്ന, നമ്മളെ ഞെരുക്കുന്ന, നമ്മളെ നശിപ്പിക്കുവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു ശത്രുവുണ്ട്, പിശാച്, അവനും അവൻ്റെ സൈന്യവും. അപ്പോൾ നമുക്കായി ഒരുക്കിയിരിക്കുന്ന വിധി പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന ഒരു അഗ്നി നരകത്തിലേക്ക് പോകേണ്ട ആളുകളാണ് നാം ഓരോരുത്തരും. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമ്മളെ തേടി വരികയും കൃപയാലുള്ള രക്ഷ നമുക്ക് സൗജന്യമായിട്ട് കൽവരി ക്രൂശിൽ ഒരുക്കി തരികയും ചെയ്തു. എന്നാൽ ഇന്ന് അനേക ആളുകളും സമയത്തിന് വില കൽപ്പിക്കാത്തവരായി മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് സൗജന്യമാണ്, അത് കൃപയാലാണ്. അതിനൊരു വിലയും നമ്മൾ കൊടുക്കേണ്ട, വിലയെല്ലാം ദൈവം കൊടുത്തു കഴിഞ്ഞു. തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. 2 കൊരിന്ത്യർ 6 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ പറയുകയാണ്, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഓരോ ദിവസവും നാം ഭൂമിയിൽ ഉണരുമ്പോൾ അത് നമുക്ക് രക്ഷയുടെ ഒരു ദിവസമാണ്. എന്നാൽ പിശാച് നമ്മുടെ ദിവസത്തെ വഞ്ചിക്കുന്നു, നമ്മുടെ സമയത്തെ വഞ്ചിക്കുന്നു. നാം ദൈവത്തോട് അടുക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷാകര പദ്ധതികളെ അറിയാതെ നാം മുന്നോട്ട് പോകുന്നത് അനേക ആളുകളിൽ കാണുവാനായിട്ട് സാധിക്കും. സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 3 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിക്കുവാനൊരു കാലം, മരിക്കുവാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിക്കുവാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാകുവാനൊരു കാലം, ഇടിച്ചു കളയുവാനൊരു കാലം, പണിയുവാനൊരു കാലം, കരയുവാനൊരു കാലം, ചിരിക്കുവാനൊരു കാലം. ഇങ്ങനെ സമയത്തെക്കുറിച്ച് വിവിധ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം സമയത്തിന് എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട്? നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ എപ്പോഴും പലവിധമായ അപകടങ്ങൾ പതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ഓരോ വർഷവും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. അതൊരു പക്ഷേ ഒരു വിമാന ദുരന്തമായിരിക്കാം, ഒരു ട്രെയിൻ ദുരന്തമായിരിക്കാം, ഒരു ബസ് അപകടമായിരിക്കാം, അല്ലെങ്കിൽ കുത്തുമലയും കവളപ്പാറയും പോലെ, മുണ്ടക്കയത്തെ ചോരൽമല പോലെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു പ്രകൃതി ദുരന്തമായിരിക്കാം. കഴിഞ്ഞ ദിവസം നാം കാണുകയുണ്ടായി, ഉത്തരാഖണ്ഡിൽ ധാരാളയിൽ ഒരു നദി ഒഴുകി വന്ന് ഒരു പർവ്വതം പിളർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ അത് ആ ഒരു ഗ്രാമം തന്നെ ഒലിച്ചുപോയ അവസ്ഥ നാം നമ്മുടെ മുൻപിൽ കാണുകയുണ്ടായി. നാം എല്ലാം ഇന്ന് വീഡിയോകൾ, അത് യൂട്യൂബ് വഴിയെല്ലാം TV വഴിയെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുൻപത്തെ പോലെയല്ല, നമുക്ക് തത്സമയം കാര്യങ്ങളെ കാണുവാനുള്ള സംവിധാനങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന സമയം നാം ഏത് രീതിയിലാണ് ഈ ഭൂമിയിൽ പ്രയോജനപ്പെടുത്തുന്നത്? നമുക്ക് ലക്ഷ്യങ്ങളിൽ എത്തുവാൻ സമയം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം ഒരു ജോലിയിലായിരിക്കുമ്പോൾ അലസനായിരിക്കുവാനായിട്ട് പാടുള്ളതല്ല. കാരണം സമയത്തിന് വളരെ വിലയുണ്ട് എന്ന് നാം ജീവിതാനുഭവങ്ങളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രദ്ധയെയും കാര്യക്ഷമതയെയും പ്രതിനിധീകരിക്കുന്നതാണ് സമയം എന്ന് പറയുന്നത്. നമ്മുടെ സമയം പാഴാക്കാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ യാഗമരണമായി തീർന്നത് നമ്മളെ നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ അത് കേൾക്കുവാൻ ആർക്കും സമയമില്ല. എൻ്റെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട്
പല ആളുകളും എന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കാറുണ്ട്. അവരുടെ 5 പവന്റെ സ്വർണ്ണമാല വീട്ടിൽ നിന്ന് കാണാതെ പോയി, അതെവിടെയാണെന്ന് പ്രാർത്ഥിച്ച് കണ്ടെത്തി കൊടുക്കണം. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളുമായിട്ട് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇവരോടെല്ലാം, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എന്നെ വിളിക്കുന്ന ആളുകളോടെല്ലാം ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുവാൻ തുടങ്ങിയാൽ അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നത് പലയിടത്തു നിന്നും കാണുവാനായിട്ടുണ്ട്. ചില ആളുകളെല്ലാം അത് ഏറ്റെടുക്കുകയും ആ സുവിശേഷം അറിയിക്കുമ്പോൾ അവരത് യേശുക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നതും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അധികം ആളുകൾക്കും പ്രാർത്ഥനയുടെ സഹായം മാത്രം മതി. അവരുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ ജോലിയുടെ പ്രശ്നങ്ങൾ, അവരുടെ കടബാധ്യതയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു വിടുതൽ നൽകിയാൽ മതി. ആരെങ്കിലും മന്ത്രവാദം ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലും ദുരാത്മാവിനെ അയച്ച് വല്ല ആഭിചാരക്രിയകൾ നടത്തിയിട്ടുണ്ടോ എങ്കിൽ അതിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതലിന് വേണ്ടി ഒരു വഴി പറഞ്ഞു തരുമോ, ഒന്ന് പ്രാർത്ഥിക്കുമോ, പിശാചിനെ ഒന്ന് തുരത്താമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ ഇടയിൽ എനിക്ക് കിട്ടുന്ന അവസരം ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ വിനിയോഗിക്കാറുണ്ട്. എനിക്ക് വരുന്ന ഓരോ ഫോൺ കോളിലും ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നത്, ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ അവരോട് മുന്നമേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് പറഞ്ഞാൽ, ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങിയാൽ അവരെ ഇപ്പോൾ സമയമില്ല ബ്രദറെ, ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വിളിക്കാം, ഇതിനുവേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീയും അങ്ങനെ തിരക്കിൽ അകപ്പെട്ട ഒരു വ്യക്തിയാണോ? ദൈവത്തിന്റെ മുൻപാകെ ഒന്ന് അല്പസമയം ഇരിക്കുവാൻ, ദൈവത്തിന്റെ വചനം ഒന്ന് കേൾക്കുവാൻ, ദൈവത്തിൽ ഒന്ന് ശരണപ്പെടുവാൻ, ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്റെ ജീവിതം സക്സസ് ആയിരിക്കും. കാരണം സമയത്തിന് വളരെ വിലയുണ്ട്. നീ ഇന്ന് ഈ ദിവസത്തെ അവഗണിച്ചു പോയാൽ ഇന്നൊരു പക്ഷേ ഒരു മരണം നിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ആ മരണത്തിൽ നീ അകപ്പെട്ടു പോയാൽ നിന്റെ വിധി എവിടെയായിരിക്കും നിന്റെ മരണാനന്തര ജീവിതം ചെലവഴിക്കുന്നത്? അത് പിശാചിനും അതിന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകത്തിലായിരിക്കും. എന്നാൽ ഇവിടെ വെച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എന്ന് പറയുന്നത്, അവന്റെ ആത്മാവ് നഷ്ടപ്പെടുന്നില്ല. അത് നിത്യമായ സ്വർഗത്തിൽ കോടാനുകോടി കാലം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വാഴുവാൻ തക്കവണ്ണം കാരണമായിട്ട് തരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇതൊരു ചെറിയ സന്ദേശമാണെങ്കിലും ഇത് മുഖവിലക്കെടുക്കാതെ നീ തള്ളിക്കളയില്ലേ, സ്കിപ്പ് ചെയ്ത് പോകില്ലേ. ഈ സന്ദേശം ഒരുപക്ഷെ നിന്നോടുള്ളതായിരിക്കും. നീ വാച്ച് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ഓർത്തുകൊള്ളുക, സമയത്തെക്കുറിച്ച് ദൈവം നിന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ സമയത്തിന് വളരെ വില കൽപ്പിക്കണം. നീ യേശുക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കണം. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നീ യേശുക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുക. ഈ ഭൂമിയിൽ എന്ത് നടക്കട്ടെ, എന്ത് സംഭവിക്കട്ടെ, മരിച്ചാൽ നിന്റെ ആത്മാവ് നിത്യതയിൽ അത് കാണപ്പെടും, അത് അനുഗ്രഹകരമായിരിക്കും. അല്ല എങ്കിൽ നീ യേശുക്രിസ്തുവിനെ ഏറ്റുകൊള്ളാതെയാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നുവെങ്കിൽ, നീ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് വ്യക്തിയോ ആയിക്കൊള്ളട്ടെ, നീ യേശുക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായിട്ടാണ് സ്വീകരിക്കാതെയാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതെങ്കിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന ന്യായവിധി എന്ന് പറയുന്നത് അത് നിത്യമായ നരകമായിരിക്കും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരല്പസമയം ഒന്ന് മാനസാന്തരപ്പെടുക, യേശുവിനെ കുറിച്ചൊന്ന് അന്വേഷിക്കുക, അവന്റെ രാജ്യമൊന്ന് അന്വേഷിക്കുക, അവന്റെ നീതിയെക്കുറിച്ചൊന്ന് തേടുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. യേശുക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കും. നിനക്ക് സമാധാനം ലഭിക്കും, നിനക്ക് പാപക്ഷമ ലഭിക്കും, നീ ദൈവത്തിന്റെ പൗരനായിട്ട് മാറും, സ്വർഗത്തിൽ നിന്റെ പേരെഴുതും, അനവധി നന്മകൾ നിന്നെ തേടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സമയം പാഴാക്കല്ലേ. കർത്താവ് യേശുക്രിസ്തുവിന് നീ മഹത്വം കൊടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ വചനകേൾവി മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവെ. അനേകരും കർത്താവെ പലവിധമായ പ്രതിസന്ധികളിൽ അകപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കർത്താവെ. എന്നാൽ ദൈവത്തോട് ഒന്ന് അടുത്ത് വരുവാൻ തക്കവണ്ണം കർത്താവയുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ആകർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ കർത്താവ് നിവർത്തിച്ചതായിട്ടുള്ള ആ രക്ഷാകര പദ്ധതിയുടെ സന്ദേശം അവരൊന്ന് അറിയുവാൻ, അവരതൊന്ന് അന്വേഷിക്കുവാൻ, ഈ സമയത്തെ വിലയേറിയതായിട്ട് കാണാൻ തക്കവണ്ണം കർത്താവ് അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കൾക്കായിട്ടും വിശിഷ്യ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ആവശ്യങ്ങളുടെ മേൽ അങ്ങ് കരുണ കാണിക്കണം കർത്താവെ. അവിടെ പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും കർത്താവ് മാറ്റിക്കൊടുക്കണമേ കർത്താവെ. അവിടെ മുൻപിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ. അവരുടെ ആവശ്യങ്ങൾ കർത്താവ്, സാമ്പത്തികമായ കടബാധ്യതകളിലൂടെ അവർ കടന്നു പോവുകയാണെങ്കിൽ കർത്താവ് അതിന്മേൽ ഒരു പരിഹാരം അവിടെ നിന്ന് കൊടുക്കണമേ കർത്താവെ. അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് മേൽ കർത്താവ് കരുണ കാണിക്കണമേ കർത്താവെ. നല്ല ശാരീരിക ആരോഗ്യ ബലം സംവിധാനങ്ങൾ അവിടെ കൊടുക്കണമേ കർത്താവെ. വീടില്ലാത്തവർക്ക് നല്ല വീടുകളെ അവിടുന്ന് കൊടുക്കണമേ കർത്താവെ. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കണമേ കർത്താവെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണമേ കർത്താവെ. അങ്ങ് സർവ്വത്തിനും മതിയായ ദൈവമായതുകൊണ്ട് സ്തോത്രം കർത്താവെ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ മക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ. അവിടെ നിങ്ങൾ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.